ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് സംസാരിക്കാനായി ഗ്രാമർ പഠിച്ച് നമ്മൾ വശം കേട്ടു. ഒരുപാട് പഠിച്ചു, പക്ഷെ ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ഒന്നും പറയാനും പറ്റുന്നില്ല. അതാണ് പലരുടെയും അവസ്ഥ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ആ ഗ്രാമറെല്ലാം മാറ്റിവെക്കാം. കുറച്ച് സെൻറ്റൻസ്, അത്യാവശ്യം ഉപയോഗിക്കേണ്ടി വരുന്ന കുറച്ച് സെൻറ്റൻസുകൾ, അതായത് എപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്ന കുറച്ച് സെൻറ്റൻസുകൾ, അത് ഗ്രാമറൊന്നും നോക്കാതെ നമുക്കൊന്ന് പഠിച്ചു നോക്കാം. അങ്ങനത്തെ കുറേ സെൻറ്റൻസ് ആകുമ്പോഴത്തേക്കും വളരെയധികം ഈസി ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇനി വേറെ ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല, ഡയറക്റ്റായിട്ട് ഞാൻ ആ സെൻറ്റൻസിലേക്ക് കിടക്കാൻ പോവുകയാണ്. ഓക്കെ, ലെറ്റ് us start. ഒക്കുമെങ്കിൽ അതൊന്ന് ബൈ ഹാർട്ട് ചെയ്യുക, ഒന്ന് ഉപയോഗിച്ച് തുടങ്ങുക, സംസാരത്തിനിടയ്ക്ക്. ഓക്കെ, ഹൗ ആർ യു ഡൂയിങ്? ഹൗ ആർ യു ഡൂയിങ് എന്ന് വെച്ചാൽ സുഖമാണോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയുണ്ട്? ഹൗ ആർ യു ഡൂയിങ്. അതിനകത്ത് ING ഡൂയിങ് ഇതൊന്നും ആലോചിക്കേണ്ട, ആ സെൻറ്റൻസ് പഠിക്കുക. ഹൗ ആർ യു ഡൂയിങ്, എങ്ങനെയുണ്ട്, സുഖമാണോ? വാട്ട് ഡു യു മീൻ? ഒരാളൊരു കാര്യം പറയും, നമുക്കത് മനസ്സിലായില്ല. ആ സമയത്ത് നമുക്ക് ചോദിക്കാം, വാട്ട് ഡു യു മീൻ, എന്താണ് ഉദ്ദേശിക്കുന്നത്, അതായത് എന്താണ് അർത്ഥമാക്കുന്നത്. മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ MEAN എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥമാക്കുക. വാട്ട് ഡു യു മീൻ? ഓക്കെ, നെക്സ്റ്റ്. ക്യാൻ യു ഹെൽപ്പ് മീ? ക്യാൻ യു ഹെൽപ്പ് മീ, എന്നെ സഹായിക്കാമോ? ക്യാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിയുക. ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സഹായിക്കാമോ, അതൊരു ചോദ്യം. അപ്പം ഇവിടെ തന്നെ ക്യാനിന് പകരം നമുക്ക് കുഡ് ഉപയോഗിക്കാൻ പറ്റും. കുഡ് യു ഹെൽപ്പ് മീ, അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുറച്ചുകൂടെ നമ്മൾ പൊളൈറ്റായിട്ട്, അതായത് താഴ്മയായി ചോദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ക്യാനിൻ്റെ പാസ്റ്റാണ് കുഡ് എന്ന് വിചാരിച്ച് അർത്ഥം എടുക്കരുത്. അപ്പം ക്യാൻ യു ഹെൽപ്പ് മീ ഓർ കുഡ് യു ഹെൽപ്പ് മീ. ഐ കാൺട്ട് അണ്ടർസ്റ്റാൻഡ്. ഐ കാൺട്ട്, ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അതായത് മനസ്സിലാകുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. അല്ലെങ്കിൽ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഐ കാൺട്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിലേത് പറഞ്ഞാലും കാര്യം നമുക്ക് ഒന്ന് തന്നെയാണ്, മറ്റവർക്ക് മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ക്യാൻ യു പ്ലീസ് റിപ്പീറ്റ് ഇറ്റ്? ഒരാളൊരു കാര്യം പറഞ്ഞു, നമുക്കത് ശരിക്കും കേട്ടില്ല. ആ സമയത്ത് നമ്മൾ ചോദിക്കുകയാണ്, ക്യാൻ യു പ്ലീസ് റിപ്പീറ്റ് ഇറ്റ്, ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാമോ, അതായത് വീണ്ടും പറയാമോ. റിപ്പീറ്റ്, REPEAT, ക്യാൻ യു പ്ലീസ് റിപ്പീറ്റ് ഇറ്റ്. ഇവിടെയും ക്യാനിന് പകരം ഒരു കുഡ് ചേർത്ത് വേണമെങ്കിൽ നമുക്ക് പ്രയോഗിക്കാം. കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ഇറ്റ്. അപ്പോൾ അതായത് നമ്മൾ വളരെ താഴ്മയായി ചോദിക്കുന്നു, കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ഇറ്റ്. നെക്സ്റ്റ്, ഐ വിൽ കാൾ യു ലേറ്റർ. ലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട്. വില്ലും ഷാലും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഫ്യൂച്ചറാണ്. ഐ വിൽ കാൾ യു ലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ പിന്നീട് വിളിക്കാം. ഐ വിൽ കാൾ യു ലേറ്റർ, ഞാൻ നിങ്ങളെ പിന്നീട് വിളിക്കും, അല്ലെങ്കിൽ പിന്നീട് വിളിക്കാം. ഇങ്ങനെയല്ല എൻ്റെ മീനിങ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ഫൈൻ. ഓ, അത് ഫൈനാണ്. ഇറ്റ് ഈസ് ഫൈൻ. ഒരാളൊരു കാര്യം പറയുന്നു, നമുക്കതിന് മറുപടിയായിട്ട് പറയാം, ഓ ഇറ്റ് ഈസ് ഫൈൻ, ആ ഐഡിയ ഫൈനാണ്. ഇറ്റ് ഈസ് എ ഫൈൻ ഐഡിയ, അതൊരു ഫൈൻ ഐഡിയ. അല്ലെങ്കിൽ ഇറ്റ് സൗണ്ട്സ് ഗുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊള്ളാമെന്ന് പറയുന്നതാണ് ഇറ്റ് സൗണ്ട്സ് ഗുഡ്. ഇറ്റ് സൗണ്ട് ഗുഡ് എന്ന് പറഞ്ഞാൽ പോരെ എന്നൊരു ചോദ്യം വരും. ഇറ്റ് കഴിയുമ്പോഴത്തേക്ക് വരുന്ന വെബിൻ്റെ കൂടെ രസൂടെ സാധാരണ വരും. അത്രയും പഠിക്കുക. ഇറ്റ് ഗോസ് വെൽ, ഇറ്റ് വർക്ക്സ് വെൽ, വർക്കിൻ്റെ കൂടെ ഇറ്റ് ഗോസ് വെൽ, GOES ഗോസ്. അപ്പോൾ ഈ ഇറ്റെന്ന് വന്ന് ഒന്നായതുകൊണ്ട് അതിനടുത്ത് വന്ന് വെബിൻ്റെ കൂടെ രസം സാധാരണ കയറി വരും. അത്രയും അറിഞ്ഞാണ്. ഇറ്റ് സൗണ്ട്സ് ഗുഡ്, ഇറ്റ് വർക്ക്സ് വെൽ. വാട്ട് ഹാപ്പൻഡ്? എന്ത് സംഭവിച്ചു? വാട്ട് ഹാപ്പൻഡ്? യു ആർ ലുക്കിംഗ് വെരി സാഡ്. നിങ്ങൾ വളരെ ദുഃഖിതനായി കാണുന്നു. വാട്ട് ഹാപ്പൻഡ്? എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കാൻ നമുക്ക് വാട്ട് ഹാപ്പൻ എന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം. എന്ത് സംഭവിച്ചു? അപ്പം പിന്നെ നമ്മളൊന്നും ആലോചിക്കണ്ട, അങ്ങ് ചോദിക്കുക. ഇതൊക്കെ നമുക്ക് എപ്പോഴും ചോദിക്കാൻ പറ്റും. സി യു ലേറ്റർ, പിന്നീട് കാണാം. സി യു ലേറ്റർ, ലേറ്റർ നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പം സി യു ലേറ്റർ, പിന്നീട് കാണാം. അതേപോലെ നമ്മൾ പറയുമല്ലോ സി യു സൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കാണാം, അതായത് അടുത്ത് തന്നെ കാണാം. സി യു സൂൺ വെറുതെ പറയുന്ന പിന്നെ കാണാം, അടുത്ത് തന്നെ. അതാണ് സി യു സൂൺ. ഇത് സി യു ലേറ്റർ, പിന്നീട് കാണാം. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നമ്മൾ നോക്കി. ഇതേപോലത്തെ കുറേ സെൻറ്റൻസുകളുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരും. ഇത് ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക, അത്യാവശ്യം വരുമ്പോഴത്തേക്ക്
നമ്മളെ സംസാരത്തിനിടയ്ക്ക് ഒന്ന് പ്രയോഗിച്ച് ശീലിക്കുക. ഓക്കെ, വീണ്ടും കാണുമ്പോഴേക്കും ഗുഡ് ബൈ.